ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കൂടി കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ്, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ഇത്തരത്തിൽ ക്രൈസ്തവർക്കെതിരെ ഉള്ള സംഘപരിവാറിന്റെ അല്ലെങ്കിൽ BJP-യുടെ അക്രമങ്ങൾ അത് തുടർക്കഥയാവുകയാണ്. ഈ ഒരു വിഷയത്തിൽ BJP ഇരട്ട നിലപാട് സ്വീകരിക്കുമ്പോഴും അക്രമങ്ങൾ അത് അഴിച്ചുവിടുക തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലുണ്ടായ ആക്രമണത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ അടക്കം പ്രതികരണം കേട്ടതാണ്. ഈ ഒരു ആക്രമണത്തെ ന്യായീകരിക്കുകയായിരുന്നു ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി. സമാനമായി ഒഡീഷയിലും BJP ഭരണമാണ്. ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടായി 45 മിനിറ്റിന് ശേഷമാണ് പോലീസ് പോലും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. ഈ പോലീസ് എത്തിയതിനു ശേഷവും ഇത്തരത്തിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇവർക്കെതിരായ ആക്രമണവും മർദ്ദനവും തുടരുന്ന കാഴ്ചയായിരുന്നു ഒഡീഷയിൽ നമ്മൾ കണ്ടത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ? രാജ്യത്താകമാനം പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ആക്രമണ പരമ്പരയിലെ ഒരു കണ്ണിയാണ് ഇപ്പോൾ ഒറീസയിൽ നടന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ പോലെ ഒറീസയിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ അതിരൂക്ഷമായ കിരാതമായിട്ടുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഛത്തീസ്ഗഡിന്റെ വാർത്തകളൊക്കെ പല സ്ഥലങ്ങളിലും വന്നപ്പോൾ പലരും വിചാരിച്ചു എന്തെങ്കിലും തരത്തിൽ ഒരു അയവ് ഈ ആക്രമണ പരമ്പരകളിൽ ഉണ്ടാകുമെന്ന്. പക്ഷേ സംഘപരിവാർ സംഘടനകൾ ഉറപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസും അതുപോലെ തന്നെ സംവിധാനങ്ങളും അഡ്മിനിസ്ട്രേഷനും ഏജൻസികളൊക്കെ സംഘപരിവാറിന്റെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ അഴിച്ചുവിടുന്ന ആക്രമണത്തിൽ അവർ കൂടി പങ്കാളികളാകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും പേര് വിവരങ്ങൾ എടുത്തു ശേഷമാണ് അവരെ വിടാൻ പോലീസ് തയ്യാറായത്. ആക്രമണകാരികളുടെ പേര് വിവരങ്ങളല്ല പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവർക്കെതിരെ കേസെടുത്തിട്ടില്ല, അവരെ ആരും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം തറക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച സ്ഥിതിക്ക് അവരെയൊക്കെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി ജയിലിലിടേണ്ട ആൾക്കാരാണ്. പക്ഷേ അവർക്ക് രാജകീയമായ വരവേൽപ്പും ഈ കന്യാസ്ത്രീകളുടെയും അച്ഛന്മാരുടെയും വിവരങ്ങൾ ശേഖരിച്ചു ഇനി സ്വാഭാവികമായിട്ട് അവർക്കെതിരെ കേസും ചുമത്തും. അതാണ് നടക്കാൻ പോകുന്നത്. മതപരിവർത്തനം അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തി അവർക്കെതിരെ കേസ് നൽകും. ഈ ഒറീസ എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ ഒരു ലബോറട്ടറിയാണ് എല്ലാ കാലത്തും. ഇപ്പൊ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങളെയും ചുട്ടുകരിച്ച ഒരു പശ്ചാത്തലമുള്ള നാടാണ്. അത് മാത്രമല്ല, ഒരു കാലഘട്ടങ്ങളിൽ അവിടെ ഭീകരമായ കലാപങ്ങൾ നടന്നിരുന്നു. ക്രൈസ്തവർക്കെതിരെ ക്രൈസ്തവ വേട്ടം നടന്നിരുന്നു. ഇപ്പോൾ BJP വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ വലിയ വർദ്ധിച്ച വീറോട് കൂടിയിട്ടുള്ള ആക്രമണങ്ങളാണ് അവിടെ നടക്കുന്നത്. കേരളത്തിലെ BJP നേതൃത്വം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എത്ര കണ്ട് വ്യാജമാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അനാവരണം ചെയ്യപ്പെടുകയാണ്. തീർച്ചയായും ഈ നിയമങ്ങൾ പോലും നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഒഡീഷയിൽ കണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് പോലും എത്തിയതിനു ശേഷവും ഈ പ്രവർത്തകർ ഇത്തരത്തിൽ വൈദികർക്കെതിരെയുള്ള ആക്രമണങ്ങൾ അത് തുടരുകയായിരുന്നു. എന്നിട്ടും നേരത്തെ ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഇപ്പോൾ പ്രതികളാക്കപ്പെടുന്നത് യഥാർത്ഥ കുറ്റവാളികളെ അല്ല, അതായത് ഈ ആക്രമിച്ചവരെ അല്ല, മറിച്ച് ഈ വൈദികർക്കെതിരെ ഒരു കേസെടുക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. തീർച്ചയായിട്ടും. അതായത് ഇവിടെയൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആക്രമണം നടത്തുന്ന ആൾക്കാർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാറില്ല. അതിപ്പം ഛത്തീസ്ഗഡിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഒറീസയിലാണെങ്കിലും ഇപ്പോൾ 2 കന്യാസ്ത്രീകൾക്കെതിരെ NIA കേസാണ് എടുത്തിരിക്കുന്നത്. NIA കേസ് എന്ന് പറഞ്ഞാൽ അതിഗുരുതരമായ രാജ്യദ്രോഹത്തിനാണ് സാധാരണ NIA കേസ് വരുന്നത്. ഇപ്പോൾ അവർക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് ഒരു സാങ്കേതികത്വം മാത്രമാണ്. ആ ജാമ്യം കിട്ടാനുള്ള കാരണം അവർക്കെതിരെ ഒരു തെളിവും കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അതിന് സമാനമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഒറീസയിൽ നടന്നിരിക്കുന്നത്. ഇപ്പോൾ അവരെ വിട്ടയച്ചുവെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും അവർക്കെതിരെ കേസ് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ 2 കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ വിട്ടയച്ചു, എന്നാൽ കേസ് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ അച്ഛന്മാർക്കും ഈ കന്യാസ്ത്രീകൾക്കുമെതിരെ ഒറീസയിലും കേസ് ചുമത്താനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു ആക്രമണത്തിലൂടെ അവർ നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ അവരുടെ സന്നദ്ധ സഹചാരികളും അവരുടെ സംഘടനയിൽപ്പെട്ടവരും മറ്റു സ്ഥലങ്ങളിലും നടത്തിക്കൊള്ളണമെന്നുള്ള സന്ദേശമാണ് അവർ നൽകിയിരിക്കുന്നത്. ഈ ഛത്തീസ്ഗഡ് സംഭവം നടന്ന ശേഷം RSSന്റെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവ് അതിനെ അപലപിച്ചോ? യഥാർത്ഥത്തിൽ അതിന് ഇന്ധനം പകരുന്ന രീതിയിലുള്ള സംസാരമാണ് നടന്നത്. അതായത് ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ആൾക്കാരാണ്, മതപരിവർത്തനത്തിന്റെ ആൾക്കാരാണ് എന്നുള്ള
സന്ദേശമാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരസ്യമായിട്ട് ഈ ആക്രമണ പരമ്പരകൾക്ക് ആഹ്വാനം നൽകുന്ന ഒരു സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെയും അതുപോലെ തന്നെ ആ പാർട്ടിയിൽ നിയന്ത്രിക്കുന്ന സംഘ്പരിവാറിന്റെയും ഭാഗത്തു നിന്ന് വരുന്നത്. മറ്റൊന്ന് ശ്രീ ജോൺ ബ്രിട്ടാസ്, നേരത്തെ ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇനി കേരളത്തിലെ BJP എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് അറിയേണ്ടത്. നേരത്തെ നമ്മൾ കണ്ടു ഛത്തീസ്ഗഡിലെ ഈ വിഷയവുമായി മുൻനിർത്തി രാജീവ് ചന്ദ്രശേഖർ സഭയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും പ്രഹസനങ്ങളും നമ്മൾ കണ്ടു. സമാന രീതിയിൽ തന്നെയായിരിക്കും ഇത്തരത്തിൽ ഒഡീഷയിലെ ആക്രമണത്തെ തുടർന്നും അവരുടെ ഒരു നീക്കങ്ങൾ. ഈ രണ്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു സമാന സാഹചര്യം തന്നെയായിരിക്കും ഈ വിഷയത്തിലും കേരളത്തിലെ BJP സ്വീകരിക്കുക എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. രണ്ടല്ല, പല നിലപാടുകളും സ്വീകരിക്കും. എന്താ കാരണം ചിലപ്പം ഈ കേരളത്തിലെ BJP നേതാക്കൾ ഡൽഹിയിലും ഒറീസയിലൊക്കെ പോയാൽ വേറെ നിലപാടായിരിക്കും സ്വീകരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് മന്ത്രിസഭയിലുള്ള രണ്ടാൾക്കാർ ഇതുവരെ എന്തെങ്കിലും തരത്തിൽ ഈ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ടോ ക്രൈസ്തവർക്ക് അനുകൂലമായിട്ടോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? സുരേഷ് ഗോപി, അതായത് അവിടെ മാതാവിന് കിരീടം കൊടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഇത്രയും ദിവസമായിട്ട് കേട്ടിട്ടുണ്ടോ? ജോർജ് കുര്യൻ കത്തോലിക്ക സഭയുടെ പേരിൽ മന്ത്രിസഭയിൽ അംഗത്വം മേടിച്ച ഒരാളാണ്. കമാന്നൊരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞ അക്ഷരങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ക്രൈസ്തവർക്കെതിരെയുള്ള അക്ഷരങ്ങളാണ്. അതുകൊണ്ട് രണ്ട് മുഖമൊന്നുമല്ല, പലതരത്തിലുള്ള മുഖങ്ങളും ഭാവങ്ങളുമാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആ ഒരു നാടകം തുടരാനുള്ള സാധ്യതയാണുള്ളത്. അതിൽ എന്തായാലും പെട്ടുപോകരുത് ന്യൂനപക്ഷങ്ങൾ എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് നടത്താനുള്ളത്.